നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഉത്രാടം പാഞ്ഞുപോയി. ഇന്ന് തിരുവോണം. ലോകമെമ്പാടും മലയാളികൾ ഓണാഘോഷ ലഹരിയിൽ. കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ ആര്യങ്കാവിൽ റൂറൽ പോലീസിന്റെ മിന്നൽ പരിശോധന. ദേശീയപാതയിൽ പരിശോധന തുടരുമെന്ന് SP S സുരേന്ദ്രൻ. പുനലൂരിൽ ഓണം ഫെസ്റ്റിന് തിരക്കേറി. തിരുവോണ നാളിൽ മെഗാ ഷോ അരങ്ങേറും. കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ ആര്യങ്കാവിൽ റൂറൽ പോലീസിന്റെ മിന്നൽ പരിശോധന. SP S സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആര്യങ്കാവിലായിരുന്നു വാഹന പരിശോധന. ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപക തോതിൽ സ്പിരിറ്റ് അടക്കമുള്ള ലഹരി കടത്തുന്നത് തടയാനാണ് ദേശീയപാതയിൽ വാഹന പരിശോധന കർശനമാക്കിയത്. ആര്യങ്കാവിൽ തമിഴ്നാട് അതിർത്തിക്കടുത്ത് റൂറൽ പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അതിർത്തി കടന്നെത്തിയ എല്ലാ വാഹനങ്ങളും വഴിയിൽ തടഞ്ഞ് പരിശോധിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ട്രാൻസ്പോർട്ട് ബസ്സുകളും മറ്റ് യാത്രാവാഹനങ്ങൾ അടക്കമുള്ളവയും പോലീസ് അരിച്ചുപെറുക്കി. പ്രത്യേക പരിശീലനം ലഭിച്ച ആംഡ് ബറ്റാലിയനിലെ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. ദിവസങ്ങൾക്ക് മുൻപ് ഓണവിപണി ലക്ഷ്യമിട്ട് ദേശീയപാതയിലൂടെ കടത്തിയ സ്പിരിറ്റ് പിടികൂടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വാഹന പരിശോധന കർശനമാക്കിയത്. സംസ്ഥാനത്ത് കൂടുതൽ ബാറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മദ്യവും സ്പിരിറ്റും ഉൾപ്പെടെ കേരളത്തിലേക്ക് കടത്താൻ സാധ്യതയുള്ളതിനാൽ ഓണത്തിന് ശേഷവും പരിശോധന തുടരുമെന്ന് റൂറൽ SP S സുരേന്ദ്രൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. കേരളത്തിൽ ബാർ ഹോട്ടൽസ് ഉൾപ്പെടെ അടച്ചുകൊണ്ട് മദ്യനിരോധനം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാടും സ്പിരിറ്റും മദ്യവും മറ്റതുപോലുള്ള സാധനങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള സാധ്യത കൂടുതലാണ്. ഈയിടയ്ക്ക് കുറച്ചധികം സ്പിരിറ്റ് പിടിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലം റൂറൽ ജില്ലയിൽ തെന്മല ഈ ഭാഗത്തുകൂടെയാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഓണക്കാലത്ത് മാത്രമല്ല അതിനുശേഷവും ഈ സ്പിരിറ്റും അതുപോലുള്ള മദ്യവും തുടങ്ങിയിട്ടുള്ളതെല്ലാം അനധികൃതമായി കൊണ്ടുവരുന്നത്, അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നത് അത് കർശനമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്പെഷ്യൽ ചെക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിങ് കൊടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യും. അപ്പോൾ അവർ മുഴുവൻ വെഹിക്കിൾസും, പ്രത്യേകിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറീസ് ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. പുനലൂർ DYSP NA ബൈജു, കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ S സജാദ്, തെന്മല SI സുധീഷ് കുമാർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അത്തം മുതൽ തിരുവോണ തലേന്ന് വരെയും ഓണവിപണിയെ സജീവമാക്കിയത് പൂക്കച്ചവടം തന്നെയാണ്. വിലയേറിയെങ്കിലും തമിഴ്നാട്ടിലെ പൂ തന്നെയായിരുന്നു മലയാളം മുറ്റത്ത് വർണ്ണം വിരിച്ചത്. ഓണം ആഘോഷിക്കുന്ന മലയാളിയുടെ പൂമുറ്റത്ത് വർണ്ണം വിതറിയ പൂക്കളിൽ ഭൂരിഭാഗവും പതിവ് പോലെ തമിഴകത്തു നിന്ന് തന്നെയായിരുന്നു. പൂവിപണിയിൽ തീവില ഉയർന്നെങ്കിലും പൂമുഖമലങ്കരിച്ച് ഓണത്തപ്പന വരവേൽക്കാൻ തമിഴകത്തെ കർഷകരെയാണ് മലയാളിക്കിന്നും ആശ്രയമായത്. മലയാളിയെ ഉണ്ണിക്കാനും ഉടുപ്പിക്കാനും മാത്രമല്ല പൂ ചൂടിക്കാനും തമിഴന്റെ സേവനം വേണമെന്നായി. ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഓണവിപണിക്കായുള്ള തമിഴകത്തെ പൂപ്പാടങ്ങൾ സജീവമായിരുന്നു. തമിഴ് മണ്ണിൽ വിരിഞ്ഞ പൂക്കളാണ് ഇത്തവണയും മലയാളത്തിന്റെ കളങ്ങളിൽ അത്തം നിറച്ചത്. തമിഴ് കേരള വിപണികളെ കൂട്ടിയിണക്കുന്ന ഇടനിലക്കാരാണ് മറ്റെല്ലാത്തിനുമെന്ന പോലെ ഇത്തവണയും പൂക്കൾക്കും വിലക്കയറ്റം സൃഷ്ടിച്ചത്. തോവാളത്തെ പൂച്ചന്തയിൽ നിന്നാണ് കേരളത്തിൽ കൂടുതലായും പൂക്കൾ എത്തുന്നത്. തോവാളപ്പൂക്കളിലേറെയും കേരളത്തിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന് ഈ രംഗത്തുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനം മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെപ്പോലെ തമിഴ്നാടിനെയും ബാധിച്ചതോടെ പുഷ്പകൃഷിയിലും മാന്ദ്യമുണ്ടാക്കി. ഇത് ഉൽപാദനത്തിലും നിഴലിച്ചു നിന്നു. ഉൽപാദനത്തിലെ കുറവും വിലക്കയറ്റത്തിന് കാരണമാക്കിയതായി തോവാളയിലെ കർഷകർ പറയുന്നു. സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് പൂക്കൾ ശേഖരിച്ച് പൂക്കളമൊരുക്കിയിരുന്ന ഓണം മലയാളിക്ക് അന്യമായിട്ടുണ്ട്. പൂക്കടയിൽ നിന്ന് പൂ വാങ്ങി അത്തമിടുന്നതാണ് മലയാളിയുടെ സമീപകാല ചരിത്രം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ ഓണം ഫെസ്റ്റിന് തിരക്കേറുന്നു. തിരുവോണ നാളിൽ രാത്രി മെഗാ ഷോ അരങ്ങേറും. ഓണനാളുകളിൽ പുനലൂരിന് ഉത്സവലഹരി പകരുന്ന ഓണം ഫെസ്റ്റിൽ അനുദിനം ജനത്തിരക്കേറുകയാണ്. 3 നാൾ പിന്നിട്ടതോടെ 10,000ങ്ങളാണ് ചെമ്മന്തൂരിലെ ഫെസ്റ്റ് സന്ദർശിക്കാനെത്തിയത്. വിപണന സ്റ്റാളുകൾക്ക് പുറമെ വിവിധ റെയ്ഡുകളിൽ ഉല്ലസിക്കാനും വ്യാപാരമേളയിലെ വിവിധ ആനുകൂല്യങ്ങൾ നേടാനുമായി നിരവധി പേരാണ് എത്തുന്നത്. വൈകുന്നേരങ്ങളിലാണ് സ്റ്റാളുകൾ കൂടുതൽ സജീവമാകുന്നതെങ്കിലും ഉത്രാട ദിനത്തിൽ രാവിലെ മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കായിരുന്നു. മരണക്കിണറിനുള്ളിൽ 6 ബൈക്കുകൾക്കും 3 കാറുകൾക്കുമൊപ്പമുള്ള അഭ്യാസ പ്രകടനം ആരെയും അമ്പരപ്പിക്കുന്നതാണ്.
വ്യത്യസ്തമായ ഭക്ഷണ സാധനങ്ങൾ രുചിക്കാനുള്ള ഭക്ഷ്യമേളയും ഫെസ്റ്റിലെ പ്രധാന ആകർഷണമാണ്. ഹിമാലയത്തിലെത്തിക്കുന്ന പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിൽ കൃത്രിമമായി മഞ്ഞുപാളികൾ സൃഷ്ടിക്കുന്ന ഐസ് വേൾഡും വിവിധ റൈഡുകളും മേളയിലെത്തുന്നവരെ ആനന്ദിപ്പിക്കും. വെള്ളിയാഴ്ച രാത്രി പുനലൂർ സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തോംസിയൻ മെഗാ ഷോ ശ്രദ്ധേയമായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഫെസ്റ്റ് വേദിയിൽ നടന്ന കരടികളിയും കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. മതസൌഹാർദ്ദ സമ്മേളനത്തോടെയാണ് ശനിയാഴ്ച വൈകിട്ട് പരിപാടികൾ തുടങ്ങിയത്. തിരുവോണ നാളിൽ ഓണനിലാവെന്ന പേരിൽ പൊതുസമ്മേളനവും നടക്കും. രാത്രി 8-ന് പിന്നണി ഗായകൻ സച്ചിൻ വാര്യർ നയിക്കുന്ന മെഗാ ഷോ അരങ്ങേറും. 9-ന് വൈകിട്ട് കഥാപ്രസംഗവും ഗാനസന്ധ്യയും സൂപ്പർ ഡാൻസ് മെഗാ ഷോയും നടക്കും. പരിപാടികൾ ചാനൽ ലൈവ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അച്ചൻകോവിൽ കുംഭാവുരട്ടിയിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരെ വരവേൽക്കുവാൻ പുതിയ അതിഥി. കാടിറങ്ങിയ മലയണ്ണാനാണ് സഞ്ചാരികളുടെ മനം കവരുന്നത്. മഴക്കാല വിനോദസഞ്ചാരത്തിന് അച്ചൻകോവിലിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് വനം വകുപ്പിന്റെ ഗാർഡുകളോ പ്രത്യേക പരിശീലനം ലഭിച്ച സംരക്ഷണ സമിതി അംഗങ്ങളോ അല്ല. ആക്രമണകാരിയല്ലാത്ത ഒരു വന്യജീവി തന്നെയാണ് സഞ്ചാരികളുമായി ഇണങ്ങിയും പിണങ്ങിയും കാട്ടുമരക്കൂട്ടങ്ങൾക്കിടയിൽ ചങ്ങാത്തം കൂടുന്നത്. കുംഭാവുരുട്ടിയിലെത്തുന്നവർക്ക് ഈ മലയണ്ണാറക്കണ്ണനെ തഴുകിത്തലോടാതെ കടന്നുപോകാൻ സാധ്യമല്ല. സഞ്ചാരികൾ നൽകുന്ന പഴങ്ങളും പലഹാരങ്ങളും നേരിട്ടെത്തി കൈപ്പറ്റുന്ന മലയണ്ണാറക്കണ്ണൻ ആരെയും ആകർഷിക്കും. കൈക്കുമ്പിളിൽ നീട്ടുന്ന പഴങ്ങൾ ഭയമില്ലാതെ അകത്താക്കുന്ന അണ്ണാറക്കണ്ണന്റെ കുസൃതികൾ സഞ്ചാരികളും നന്നായി ആസ്വദിക്കുന്നുണ്ട്. കുറ്റാലത്ത് തിരക്കേറിയതിനാൽ അവിടെ ജലനീരാട്ട് സാധ്യമാകാത്ത സഞ്ചാരികൾ വനത്തിനുള്ളിലെ കുംഭാവുരുട്ടിയുടെ വശ്യത ആസ്വദിച്ച് കുളിക്കാനെത്തുമ്പോഴാണ് ഈ കാഴ്ച മനം കവരുന്നത്. സഞ്ചാരികൾ നൽകുന്ന പഴങ്ങൾ ഞൊടിയിടയിൽ അകത്താക്കുന്ന അണ്ണാറക്കണ്ണന് ചിലർ ബിസ്ക്കറ്റും പലഹാരങ്ങളും വെച്ച് നീട്ടാറുണ്ട്. ഇതൊക്കെ രുചിയോടെ അകത്താക്കി അണ്ണാറക്കണ്ണൻ വിലസി നടക്കുകയാണ്. എന്നാൽ പഴങ്ങൾ ഒഴികെയുള്ള വസ്തുക്കൾ ഇതിന് നൽകുന്നത് മലയണ്ണാന്റെ ആരോഗ്യത്തിന് ഭീഷണിയുണ്ടാക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും പുതിയ ചങ്ങാതിക്കൊപ്പം ചിത്രമെടുക്കാനും ഭക്ഷണം പങ്കിടാനും സഞ്ചാരികൾ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, അരിങ്കാവ്. പുനലൂരിൽ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. MACT ജഡ്ജി ഹരി വി നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപത്തെ ബാർ അസോസിയേഷൻ ഹാളിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 3-നായിരുന്നു ചടങ്ങ്. MACT ജില്ലാ ജഡ്ജി ഹരി വി നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു 2000 കേസ് ഈ പത്തനാപുരം താലൂക്കിനും പുനലൂർ താലൂക്കിലുമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഫാമിലി കോടതി ഒക്കെ ഭാവികാലത്തൂടെ കൊണ്ടുവന്നതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക. അതിന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഒരാൾ ശ്രമിക്കുന്നതിനിടയിൽ അത് അയാളുടെ വിജയമായി തീരും. അല്ലെ ആ ബാർ അസോസിയേഷന്റെ ശക്തിയാണ് കൊണ്ടുവരുന്നത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ബാർ അസോസിയേഷന്റെ ഒരു എനിക്ക് തന്നെ അറിയാം, കൊട്ടാരക്കര ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ ചിന്തക്കാരനാണ്, ഒരു സെക്രട്ടറി വേറൊരു വിവിധ രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കും. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കൊട്ടാരക്കര സെന്ററിന് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ അതുപോലെ നിങ്ങളെല്ലാവരും ഒരുമയോടുകൂടി യാതൊരു വിഭിന്നതയുമില്ലാതെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരായ സന്തോഷ് ദാസ്, സുധീഷ് കുമാർ, ലൈല, മഞ്ജു എന്നിവർ ഓണസന്ദേശം നൽകി. മുതിർന്ന അഭിഭാഷകൻ കൈപ്പള്ളിൽ ഗോപാലകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബാർ അസോസിയേഷൻ സെക്രട്ടറി കാസ്ലസ് ജൂനിയർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിളക്കുടി രാജേന്ദ്രൻ ആശംസയർപ്പിച്ചു. തുടർന്ന് പായസ വിതരണവും അഭിഭാഷകരുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓണവിപണിയിൽ ഏത്തക്കായ വില കുതിച്ചുയരുന്നു. ആഴ്ചകളായി തുടരുന്ന മഴയും വാഴക്കുല വിപണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഏത്തക്കുലയ്ക്ക് ദൌർലഭ്യം നേരിട്ടതോടെ വൻവില നൽകിയാണ് ആവശ്യക്കാർ കായ സ്വന്തമാക്കുന്നത്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. ഓണക്കാലമാകുമ്പോൾ മുൻപ് ജില്ലയ്ക്ക് പുറത്തുനിന്നും വിപണിയിലേക്ക് ധാരാളമായി ഏത്തക്കുലകൾ എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇക്കൊല്ലം ഇവയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായത്. വയനാട്ടിൽ നിന്നുള്ള ഏത്തക്കായുടെ വരവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് കൂടുന്നതിന് മുൻപ് കായ വാങ്ങി ഉപ്പേരിയുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് മലയാളി. വിപണിയിൽ ഇപ്പോൾ 55 മുതൽ 70 രൂപ വരെയാണ് വില. ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും നാടൻ ഏത്തക്കുലകൾ ഇനിയും എത്തിയിട്ടില്ല. ആഴ്ചകളായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് വിളവെടുപ്പിന് പാകമായ ലക്ഷക്കണക്കിന് രൂപയുടെ ഏത്തക്കുലകൾ നശിച്ചിരുന്നു. ഇതിനാൽ ഏത്തക്കുല വിപണി ഇനിയും ഉണർന്നിട്ടില്ല.
നാടൻ കുലകൾ ശേഖരിച്ച് ഏത്തക്കുല വിപണി സജീവമാക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് കുടുംബശ്രീ യൂണിറ്റുകളും സ്വാശ്രയ കർഷക വിപണനക്കാരും. ഏത്തക്കായ കിലോ എന്നതിന് ഒരാഴ്ചക്കുള്ളിൽ 10 മുതൽ 15 രൂപയുടെ വരെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏത്തക്കായുടെ ആവശ്യം മുന്നിൽ കണ്ട് മാർക്കറ്റുകളിൽ മിക്ക കച്ചവടക്കാരും തോന്നിയ വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. മലയാളിയുടെ ഉപ്പേരിപ്രിയം കണക്കിലാക്കി തമിഴ്നാട് സംഘങ്ങൾ പ്രദേശങ്ങളിൽ ഉപ്പേരി വ്യാപാരവും ആരംഭിച്ചു കഴിഞ്ഞു. വില കുറഞ്ഞിട്ട് ഏത്തക്കായ വാങ്ങി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയാൽ ഇക്കൊല്ലം ഓണത്തിന് ഉപ്പേരി ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെ ജവഹർ ബാലകലാഭവനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലകലാഭവൻ അങ്കണത്തിൽ കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളോടെയായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 5 ദിവസം ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ദാരിദ്ര്യമായിരുന്നു. ഇത്രയും ആളുകളില്ല, ജനങ്ങളില്ലെങ്കിലും അന്ന് ദാരിദ്ര്യമായിരുന്നു. ഈ 5 ദിവസം ഓണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. വയറ് നിറച്ച് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ 4-5 ഓണം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ. മാത്രമല്ല ബുദ്ധൻ കോടിയെ ഉടുപ്പുകളൊക്കെ അണിഞ്ഞ് ഓണസദ്യ ഉണ്ണാം എന്നുള്ള ഒരു വരവാണ്. മാത്രമല്ല ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. മറ്റ് ഇവിടെ പല ജാതി മതക്കാരും വസിക്കുന്നതാണ് ഈ കേരളം. നമ്മുടെ ഇന്ത്യ അങ്ങനെ തന്നെയാണെങ്കിലും കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണാഘോഷം. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അവിടെ 5 ദിവസവും അത് ആഘോഷിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് നമുക്ക് ആ കോടി കൊടുത്ത് അന്ന് ഒരു വീട്ടിൽ 6, 7, 10, 11 പേരൊക്കെ കാണും. അപ്പം രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കാൻ ആൾ കാണും. ഒരു 10, 10:30 ആകുമ്പോഴേ ഉച്ചഭക്ഷണം റെഡിയായി. അത് കഴിക്കുന്നതിന് വേണ്ടി കുളിച്ചിട്ടൊക്കെ വന്നാൽ ഓണക്കോടി എടുത്തു കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു വലിയൊരു പാറയുണ്ട്, മാറ്റിടാൻ പാറ എന്നാണ് പറയുന്നത്. കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അവസാനം അവർ പറയും മാറ്റിടാൻ പാറ എഴുതി തരാം, പെണ്ണിനെ തരുമോ മച്ചനറിയെന്ന് ചോദിക്കും. അപ്പൊ പെണ്ണിന്റെ ആൾക്കാർ പറയും മാറ്റിടാൻ പാറയും ഒന്നും വേണ്ട, പെണ്ണിനെ തരില്ല അച്ഛനറിയെന്ന്. അപ്പൊ പിന്നെ പിടിച്ചെങ്കിലേ പറ്റുള്ളൂ. പെണ്ണിന്റെയും ചെറുക്കന്റെയും ആൾക്കാർ പിടിക്കും. വലിയ പിടുത്തമാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടത്തിലുള്ള 1-2 പേർ വിട്ടുപോയാണെങ്കിൽ എല്ലാവരും കൂടെ ചെന്ന് ഒരുമിച്ച് വീഴുന്നതും ആ പുതിയ പുടവകളും വസ്ത്രങ്ങളും എല്ലാം അഴുക്കും മഴയാണെങ്കിൽ ചെളിയുമായിട്ട് പോകുന്നത്. അതോട് വളരെ സന്തോഷകരമായ ഒരു കളിയാണ്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മിനി മധുകുമാർ ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു, പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, പ്രിൻസിപ്പൽ SR ത്യാഗരാജൻ, ബാലചന്ദ്രൻ, രാജേന്ദ്രകുമാർ, PTA പ്രസിഡന്റ് AC ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിത്ത് വിതച്ചില്ല, ആരും കള പറിച്ചതുമില്ല. പക്ഷേ കനാലിലെ വിളവ് നൂറുമേനി. കോട്ടവട്ടത്ത് കനാലിൽ പ്രകൃതി ഒരുക്കിയ നെൽകൃഷി കാഴ്ചയിലേക്ക്. കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുകര കനാലിൽ കോട്ടവട്ടം ഭാഗത്താണ് ഇത്രയധികം നെൽക്കതിർ വിളഞ്ഞു നിൽക്കുന്നത്. 1 കിലോമീറ്ററോളം ദൂരത്തിൽ കനാലിനുള്ളിൽ നെല്ല് സമൃദ്ധമായി കതിരണിഞ്ഞു. കണ്ടുമറന്ന ഒരു കൃഷിയുടെ ഓർമ്മ പുതുക്കൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്നു. കനാലിൽ കിളിർത്ത ഈ നെൽക്കതിരുകൾ അന്യം നിന്ന കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ നെല്ല് എങ്ങനെയെന്ന കാര്യം പുതുതലമുറയിൽ പലർക്കും ഇപ്പോഴും അജ്ഞാതമാണ്. ഓണം കൊയ്ത്തുത്സവത്തിന്റെ നാളുകളായാണ് മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നത്. കനാലിൽ ജലവിതരണ സമയത്ത് എവിടെ നിന്ന് ഒഴുകിയെത്തി അടിഞ്ഞുകൂടിയ നെല്ലുകളാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത്. അയ്യാറട്ടെന്ന ഇനത്തിൽപ്പെട്ട കതിരുകളാണിത്. പാടശേഖരങ്ങളിൽ നെല്ല് വിതച്ച് വെള്ളം നിറച്ചാണ് ഇതിന്റെ ഞാറുകൾ എടുത്തിരുന്നത്. എന്നാൽ കതിരാകുന്നതോടെ വെള്ളം തുറന്നു വിടുകയും ചെയ്യും. ആവശ്യത്തിന് വളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചാണ് നെൽകർഷകർ പൂർണ്ണ വില എത്തിക്കുക. എന്നാൽ വിത്തുകൾ പറവകൾ കുത്തിയെടുക്കാതെയാണ് ഇവിടെ നെൽച്ചെടികൾ കതിരണിഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമുണ്ടായിരുന്നു, പക്ഷേ വളമില്ല, കീടനാശിനി പ്രയോഗമില്ല, കളപറിക്കാനും ആരും എത്തിയില്ല. എവിടെ നിന്ന് ഒഴുകിയെത്തി കിളിർത്ത് കതിരായി. വിളപാകമായപ്പോൾ കുറെയൊക്കെ കണ്ടവർ കൊയ്തെടുത്തു. സംരക്ഷിച്ചാൽ പൂർണ്ണ വിള തരുന്ന നെൽകൃഷിക്ക് ഇവിടെ പരിചാരകരില്ലാതെ സമൃദ്ധമായ വിള ലഭിച്ചു. ഈ സന്തോഷം നാട്ടുകാരിൽ കൗതുകവും ഉണർത്തിയിട്ടുണ്ട്. ഇതിപ്പോ അപൂർവമായിട്ട് ഇപ്പം ഈ കനാലി ഈ വിത്ത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് കിഴക്ക് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നുള്ള വിത്ത് വാരി എറിഞ്ഞ് അങ്ങനെ ഈ കനാലിൽ നിന്ന് ഒഴുകി ഇവിടെ വന്ന് തങ്ങിയത്. അത് കാരണമല്ല, ഈ വെള്ളം ഈ അക്കുളേറ്റ് കഴിഞ്ഞൊരു ചരുവുണ്ട്. ചരുവാകുമ്പോൾ ഈ എക്കലും ഈ മണ്ണും മണലും ഒക്കെ വന്ന് അടിക്കുന്ന ഒരു ഭാഗവും ഇത്. സാധാരണഗതിയിൽ ഇവിടെ വന്ന് അടിയാനും ഇത് ഒരു കൗതുക തന്നെയാണിത്. കൊച്ചു പിള്ളേർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ നെല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അരിയെന്ന് പറഞ്ഞാൽ നെല്ലിൽ നിന്നുണ്ടാവുന്നതാണോ അരി എന്നുപോലും അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാലഘട്ടമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തിരുവോണത്തിന് സദ്യ ഉണ്ടെന്ന മലയാളിക്ക് മുളക് കടിച്ചാൽ എരിയും. എന്നാൽ തമിഴ്നാട്ടിലെ കർഷകർക്ക് മുളക് വിളവെടുക്കുമ്പോഴാണ് എരിയുക. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്.
ഇത് തമിഴ്നാട്ടിലെ ചുരണ്ടയ്ക്കടുത്തുള്ള കീഴപ്പാവൂർ എന്ന ഗ്രാമം. മലയാളിയുടെ ഓണത്തിന് എരിവേകാൻ മുളക് കൃഷി ചെയ്ത കർഷകർക്ക് വ്യാപാരികൾ നല്ല വില നൽകാൻ തയ്യാറല്ല. 1 കിലോ മുളകിന് വെറും 11 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 8000 ரூபா பல்லாரி நாத்து வாங்கி நட்டுருக்கு, 1/2 ஏக்கருக்கு நட்டு. இப்போ பழவடி பார்த்தா இப்போ 10 ரூபா 15 ரூபாய்க்குள்ள கூட கேட்க மாட்டேக்காங்க பல்லாரியே. மிளகான்னு இப்போ அதை விட காய்க்கு டயத்தில் இப்போ விலை 11 ரூபா தான் 1 കിലോ மிளகா. ഓണത്തിന് കൂടുതൽ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൃഷി ചെയ്ത ഇവർക്ക് ഏജന്റുമാർ മെച്ചപ്പെട്ട വില നൽകാൻ തയ്യാറാകുന്നില്ല. ഒരു മാസത്തേക്ക് മുன்னாடி 30 ரூபா 40 ரூபா 50 ரூபா வரைக்கும் இருந்துச்சுதே. நாங்கள் விலை மாதம் எடுக்க டயத்தில் இப்போ குறைச்சிருந்தாங்க. ഓണം പണ്ടികയ്ക്ക് ഇപ്പോൾ വിലയേ ഇല്ല എങ്ങൾക്ക്. എന്നാൽ മുളക് തൊട്ടടുത്തുള്ള തെങ്കാശിയിലെ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വില ഇരട്ടിയാകും. ഇത് കേരളത്തിലെത്തുമ്പോഴാകട്ടെ വില 3 ഇരട്ടിയും കടക്കും. ചുരുക്കത്തിൽ മലയാളിക്ക് ഓണമുണ്ണാനും ഏജന്റുമാർക്ക് ലാഭം കൊയ്യാനും സാഹചര്യമുണ്ടാകുമ്പോൾ കൈയും കണ്ണും നിറഞ്ഞ് മുളക് വിളവെടുക്കുകയാണ് ഈ കർഷകർ. அப்புறம் என்ன செய்ய முடியும்? ஒரே பைசாவே பத்த மாட்டேங்குது. என்ன செய்ய முடியும்? எல்லாம் நட்டம் தான், அம்புட்டு நட்டம் தான். உரம் பார்த்தா 500 600 800ங்க ஒரு முடை உரம். அதே மாதிரி விலையும் கூட்டணும்ல, மிளகா விலை பல்லாரி விலையும் கூட்டணும்ல. உரத்துலன்னா கம்மி பண்ணணும், அதை கூட்டுதாங்க, இதை ஃபுல்லாக குறைக்காங்க. என்ன செய்ய முடியும்? ന്യൂസ് ബ്യൂറോ, തെന്മല. ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പരുവപ്പറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുപുറങ്ങളിലെ കളികളിലേക്കും അതുപോലെ തന്നെ മുതിർന്ന തലമുറയെ കേൾക്കുവാനും ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ ആ ഒരു പ്രദേശത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ സന്നദ്ധതയോടുകൂടെ കടന്നു വന്നു എന്ന് വായിച്ചറിയുമ്പോൾ അതൊരു പുതിയ മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ വേറൊരു പതിപ്പെന്ന നിലയിലാണ് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ ആര്യങ്കാവ് പ്രദേശത്തിലുള്ള മുതിർന്ന തലമുറയിലെ ആൾക്കാരെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവ സമ്പത്തുമൊക്കെ നമുക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനായിട്ട് അവരെ നമ്മൾ കടന്നു വന്നിരിക്കുക. ഈ പ്രദേശത്തെ ഈ നിലയിലാക്കുവാനായിട്ട് ഇവരുടെയൊക്കെ ഒത്തിരിയേറെ ചിന്തകളും ഇവരുടെ ഒത്തിരിയേറെ അധ്വാനങ്ങളും ഒക്കെ ഇടയായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെല്ലാം പാടെ തമസ്കരിച്ചുകൊണ്ടാണ് ഇന്നത്തെ തലമുറ നമ്മളൊക്കെ ജീവിക്കുക. അപ്പൊ അതുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കും. നമ്മുടെ മനുഷ്യരെ കുറിച്ചുള്ള അല്ലെങ്കിൽ സഹജീവികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിശാലമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. PTA പ്രസിഡന്റ് CJ ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്നവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇവർക്ക് ഓണപ്പുടവകളും കൈമാറി. ആഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കള മത്സരം, വടംവലി മത്സരം, മഹാബലി പ്രച്ഛന്നവേഷ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. സ്കൂളിൽ ഇത്തവണ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ മുതിർന്നവർ അനുഗ്രഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. സ്കൂൾ പ്രഥമാധ്യാപകൻ സെബാസ്റ്റ്യൻ കുര്യൻ, PTA വൈസ് പ്രസിഡന്റ് സുജാതൻ, മാതൃസമിതി പ്രസിഡന്റ് സരസ്വതിയമ്മ, അധ്യാപകരായ VK റോയ്, ബെന്നി തോമസ്, സൂസമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്രാടം പാഞ്ഞുപോയി, ഇന്ന് തിരുവോണം. ലോകമെമ്പാടും മലയാളികൾ ഓണാഘോഷ ലഹരിയിൽ. കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ ആര്യങ്കാവിൽ റൂറൽ പോലീസിന്റെ മിന്നൽ പരിശോധന. ദേശീയപാതയിൽ പരിശോധന തുടരുമെന്ന് SP S സുരേന്ദ്രൻ. പുനലൂരിൽ ഓണം ഫെസ്റ്റിന് തിരക്കേറി, തിരുവോണ നാളിൽ മെഗാ ഷോ അരങ്ങേറും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. ചാനൽ ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. നമസ്കാരം.